ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് അലാറം വെച്ചു. ഞാൻ എഴുന്നേറ്റപ്പോൾ 5:30 രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രഷായി നേരെ അടുക്കളയിലോട്ട് തന്നെയാണ്. ലഞ്ച് പ്രിപ്പയർ ചെയ്യണം കൊണ്ടുപോകാനായിട്ട്. ലഞ്ച് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യണം. രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇതുപോലെ മടിയുള്ളൊരു സംഭവമില്ല. ഞാൻ അല്ലുമ്പോഴും ഞാനും ഒരേപോലെ തന്നെ കേട്ടോ. എല്ലാ ആഴ്ചയും മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആകുമ്പോൾ അടുത്ത ലീവ് എപ്പോഴാണ് നോക്കിയിരിക്കും. പിന്നെ അങ്ങനെ രാവിലെ വെളുപ്പിനെ പാല് വരും. പക്ഷെ ചായ ഇടുന്നത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ ഇടുന്നത്. എനിക്ക് ചായ ഇട്ടാൽ ഉടനെ കുടിക്കണം. അപ്പം എൻ്റെ ചായ കൂടി ഒരു വീക്ക്നെസ് ആണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചോറ് വെക്കണമായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ ഞാൻ പിന്നെ ചോറിനുള്ള അരി ഇടാനുള്ള വെള്ളവും വെച്ചു. തേങ്ങയൊക്കെ നേരത്തെ തിരികെ വെക്കും. അപ്പം മീനുണ്ടായിരുന്നത് മമ്മി ഇന്നലെ വെട്ടി തന്നിട്ടാണ് പോയത്. മീനൊക്കെ ഞാൻ വെട്ടാൻ നിന്ന അവസാനം അതിൻ്റെ മുള്ള് മാത്രമേ കാണുള്ളൂ. അങ്ങനെ പിന്നെ അരി കഴുകി അടുപ്പത്തിട്ടു. ഫ്രിഡ്ജിലിരുന്നതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. എല്ലാം ഞാൻ രാത്രി കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അല്ലുമോക്ക് ഇഷ്ടം യെല്ലോ കറിയാണ് കേട്ടോ. യെല്ലോ കറി റെഡ് കറി എന്നാണ് പറയുന്നത്. തേങ്ങ അരച്ച കറി അങ്ങനെ മുളക് കറി എന്ന് പറയാൻ അവൾക്ക് അറിയില്ല. അപ്പോൾ യെല്ലോ കറി ആണെങ്കിൽ അവൾ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. പൊരിച്ച മീനും തോരനും ഒക്കെ ആയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ യെല്ലോ കറി വെക്കാനുള്ള അരപ്പാണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെ അരപ്പിന് എന്താ തേങ്ങ, ഒരു സവാള, പിന്നെ ബേസിക് ആയിട്ടുള്ള മസാലകളിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ എനിക്ക് കരിവേപ്പില ഇല്ല, അതുകൊണ്ട് അപ്പുറത്ത് പോയി കരിവേപ്പില എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ നേരത്തെ കുതിരാൻ വെക്കണം. അപ്പോൾ എന്നാലല്ലേ ആ സമയമാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഒഴിച്ച് ഇതാക്കാൻ പറ്റും. പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ചട്ടി വെച്ചു. അത് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുക് പൊട്ടിച്ചു, ഒരു ഇച്ചിരി കരിവേപ്പില ഇട്ടു, ഒരു തക്കാളിയും പച്ചമുളകും കൂട്ടിയിട്ട് നല്ലൊരു വഴറ്റി കഴിഞ്ഞിട്ടാണ് മസാല നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ അതങ്ങോട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് ബാക്കി വന്നു കുറച്ച് കൂടുതൽ ഞാൻ അരയ്ക്കും. എന്നിട്ട് ബാക്കി വരുന്നത് ഞാൻ എടുത്തൊരു കുഞ്ഞ് കുപ്പിക്കകത്താക്കി ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. കാര്യം ഇപ്പം നെക്സ്റ്റ് ടൈം അത് എടുക്കാമല്ലോ. അപ്പം എനിക്ക് കൂടുതൽ എളുപ്പപ്പണികളാണ് കേട്ടോ. ഇങ്ങനെ നേരത്തെ ഞാൻ എല്ലാം ചെയ്ത് വെക്കും. വെളുത്തുള്ളിയൊക്കെ നേരത്തെ ആക്കി വെക്കും, ഇഞ്ചി തേങ്ങ തിരകി വെക്കും. അങ്ങനെ ആ കറി നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ നമുക്ക് അതിനകത്തോട്ട് ഇടാം കേട്ടോ. എനിക്കിന്ന് കിട്ടിയത് കരിയാളയായിരുന്നെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഒരു ഭംഗിക്ക് അതിൻ്റെ പുറത്ത് 2 കരിവേപ്പിലയൊക്കെ വെച്ച് അത് നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ അടുത്തത് മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അതിനും ഏറ്റവും കുറഞ്ഞ മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാര്യം ഒരുപാട് മസാല ഇട്ടാൽ അല്ലു കഴിക്കത്തില്ല. അപ്പം അല്ലു കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് എല്ലാം വെറുതെയാണ്. അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അത് നല്ല പുരട്ടിയെടുത്ത് മീൻ പൊരിച്ച് എടുത്തു. മീൻ പക്ഷെ അത് നല്ല മൊരിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാനല്ലല്ലോ, കഴിച്ച് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിന് എല്ലാം ഞാൻ ഒട്ടുമിക്ക പാചകവും ചെയ്യാറുള്ളത് തന്നെ. അങ്ങനെ അത് മൊരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ആ എണ്ണയിൽ തന്നെ കേട്ടോ അടുത്ത ക്യാബേജ് തോരൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയിലോട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് തേങ്ങ അതിൻ്റെ പുറത്ത് വെച്ച് അടച്ച് വെച്ച് വേവിക്കും. ആ അടച്ച് വെച്ച് വേവുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കിച്ചൺ OCD എന്നാണ് ഏട്ടൻ എന്നെ വിളിക്കാറ്. ബിക്കോസ് ഈ കിച്ചൺ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം എന്നും പറഞ്ഞ് എപ്പോഴും എൻ്റെ കിച്ചൺ നല്ല ക്ലീനായിട്ടൊന്നുമല്ല കേട്ടോ കിടക്കുന്നത്. ആരെങ്കിലുമൊക്കെ പറയാതെ വന്നാൽ എൻ്റെ കിച്ചണിൻ്റെ യഥാർത്ഥ കോലവും കാണാം. അങ്ങനെ തന്നെ. പക്ഷെ എന്നാലും എനിക്കത് ക്ലീനായി കിടക്കുന്ന കാണാൻ ഇഷ്ടം. പിന്നെ അവിടെ ഇരുന്ന ചെടികളെല്ലാം ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ചെടികളൊക്കെ കുറവായിട്ടിരിക്കുന്നത്. അകത്ത് ഇവിടെ തീരെ വെയിലടിക്കാത്തത് കൊണ്ട് ചെടിയെല്ലാം ചീത്തയായി തുടങ്ങി. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തോരനും റെഡിയായി. അപ്പം എൻ്റെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അല്ലുവിന് മാഗി മതി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് ചോറും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ചെയ്യുന്നുണ്ട്. പിന്നെ ചായ ഇട്ട് നേരെ വരുന്നത് അറിയാമല്ലോ സിറ്റൗട്ടിലോട്ടാണ്. സിറ്റൗട്ടിൽ എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ കൂട്ടത്തിലിരിക്കാനായിട്ട് ചെടിയുടെ ഒരു ഫുൾ ഡേ വേണമെങ്കിൽ ഞാൻ ഗാർഡനിങ് ആയിട്ടിരിക്കും. എനിക്കതിനൊരു വിരോധമില്ല. പക്ഷേ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടും അല്ലുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവളെ റെഡിയാക്കി 8:30 തന്നെ ഇറങ്ങാനുള്ളത് കൊണ്ടും ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി അല്ലുവിനെ വിളിച്ച് ഞങ്ങൾ റെഡിയായി. ബാക്കി കാര്യങ്ങൾ ഞാനും റെഡിയായി. അപ്പോൾ 8:30 ഇറങ്ങണം. അല്ലുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. എനിക്ക് 9 മണിക്കും കയറണം. അങ്ങനെ പിന്നെ ഇന്നിതാട്ടോ ലഞ്ച് അല്ലുവിൻ്റെതാ പൊരിച്ച മീനും മീൻകറിയും തോരനും. അല്ലുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. അവളുടെ ഫേവറേറ്റ് ഫുഡാണ്. അങ്ങനെ അല്ലുവിനെ സ്കൂളിലാക്കി ഞാനും പോയി. ബൈ.